അത് എത്ര പേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എഴുതി കൂട്ടിയാൽ കണക്കില്ല. ഇപ്പഴല്ല അയ്യോ തലടിച്ചു. മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 4 മണി പലഹാരമാണ്. നമ്മളിപ്പോ 6:30-7 മണിക്കായി. എന്നിട്ട് വേണ്ട സുഖീന് പോകണ്ടിരിക്കില്ല. രണ്ട് നമുക്ക് ജീവനാ. മനോഹരമായ സുഖീന് കാരം കണ്ടുപിടിച്ചിട്ടുണ്ടാവാ സുഖിയൻ. കമ്പുമ്പോഴുള്ള സുഖീനെ കാണാൻ ഭംഗിണ്ടാവാ. മൈദ അങ്ങീടൊക്കെ പോയിട്ടുള്ളതേ. ബാക്കി സീമയ്ക്ക് 2 കൊണ്ടുവന്നിട്ടുണ്ടോ? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ട്. എന്താ ചിരിക്കുന്നത്? ഞാൻ ഇന്നാളെ അവിടെ വീണപ്പോ ചേട്ടാ ആദ്യം ചിരിച്ചില്ലേ, എന്നിട്ടല്ല എന്നെ എണീപ്പിക്കാൻ. ഓ അപ്പൊ ഞങ്ങൾക്ക് ചേട്ടന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലേ, അതുകൊണ്ടാണ് ഞങ്ങള് ചേട്ടനെ ചീത്ത പറയാത്തല്ല. ഇനി എവിടെയെങ്കിലും ശരിയാക്കിരാ ഞാൻ. ഞങ്ങള് എക്സിബിഷൻ തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ പോകാനായിട്ട് വിചാരിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഭയങ്കര മഴ വരുന്നത്. ഭയങ്കര മഴ വരുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ്സിൽ പോകാൻ പറ്റില്ല, വണ്ടിയിലില്ല, കാറ് വരട്ടല്ല. അപ്പൊ അങ്ങനെ വിചാരിച്ച് നിന്ന് മഴക്കാര് ആകെയായിട്ട് മൂടി കെട്ടി. സമയം ഉച്ചരിഞ്ഞാണ് സമയം 6 മണി കഴിഞ്ഞു. അപ്പൊ ആ പരിപാടി ഉപേക്ഷിച്ചു. എന്നിട്ട് എന്തിനാ വിചാരിച്ചെന്ന് കഴിയും. അപ്പൊ നമുക്ക് വല്ല കട്ടൻ ചായയും പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ട്. എന്താ വിചാരിക്കുന്നത്? അവനെ നിധിൻ ഇതുമ്പോ തട്ടി ഇങ്ങനെ പിന്നിലേക്ക് ഷൂട്ട് ചെയ്ത് പോലെ ഇതുമ്പോ തട്ടി വീഴാൻ പോയി. അതിനാണ് തോലിക്കുന്നത്. അല്ല നമ്മളൊരാള് വീഴാൻ പോണ കാണുമ്പോ ചിരിക്കില്ലേ? ഇല്ല അതെ അതാ അയ്യോ എന്ന് പറഞ്ഞാൽ ഞാൻ തട്ടി വീഴാൻ. ബസ്സിൽ നിന്ന് ഒരാൾ പെട്ടെന്നാണ്ട് ഇറങ്ങുന്ന വഴിക്ക് വീഴാൻ പോയി. നമ്മള് ചിരിക്കുക ചെയ്യാ. ബസ്സില് വീഴാൻ പോണ പോലെയല്ലോ ഇത്. ഞാൻ ഇന്നാളെ അവിടെ വീണപ്പോ ചേട്ടാ ആദ്യം ചിരിച്ചില്ലേ, എന്നിട്ടല്ല എന്നെ എണീപ്പിക്കാൻ. ഇന്നാളെ അവിടെ ഒരു അടിപൊളി കഴിച്ചു വീണു ഞാൻ അവിടെ. ചോറ് അവിടെ നിർത്തിട്ട് വരുന്ന വഴിക്ക് അവിടുന്ന് പട്ടിയിൽ കയറാണ്ടിരിക്കാൻ അവിടെ ഇത് ഗ്രില്ല് വെച്ചിട്ടുണ്ടല്ലോ, അതും വണ്ടിന്റെ മോളിയോടെ ഇങ്ങനെ കാലെടുത്ത് വെച്ചിട്ട് ചവിട്ടി വഴിക്ക് ഒരു വീഴ്ച വീണു. ചൂടുള്ള ചോറ് കൈമേക്കൂടെ മറിഞ്ഞ് കാല ഗ്രില്ലിന്റെ ഉള്ളിലേക്ക് പെട്ട് ഇവിടെയൊക്കെ നീല കളറായിട്ട് കിടക്കുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് എണീപ്പിക്കാൻ അവിടെ കിടന്നോടെ തന്നെ ഇട്ടിട്ട് ചീത്ത ചെയ്തു ചേട്ടൻ. കൊറേ ചീത്ത പറഞ്ഞു. കൊറേ ചീത്ത പറഞ്ഞു. ഇന്നാള് ചേട്ടനോട് തട്ടി തടഞ്ഞു വീണു. ഞാൻ വീണത് പറയാറില്ല. നീ എവിടെ അങ്ങോട്ട് പോണ ഇങ്ങോട്ട് വന്ന്. ഓ അപ്പൊ പറയട്ടെ. അപ്പൊ നമ്മള് വിഷയത്തിന് തെന്നി മാറിപ്പോയി. അപ്പൊ വിചാരിച്ചു കൊറേ വീഴ്ചകൾ വീഴുന്നുണ്ട്. അത് സാധാരണ എല്ലാവർക്കും ഉണ്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആ മറ്റേ ഷോർട്സ് കണ്ടിട്ടില്ലേ? ജഗ്ഗുവിന്റെ തല അവിടെ മുട്ടിയിട്ട് ജഗ്ഗുവിനെ എടുത്ത് ഇങ്ങനെ ചീത്ത പറഞ്ഞ് കുറെ ഉപദേശിച്ചിട്ട് എന്നിട്ട് ലാസ്റ്റ് പറയും എന്റെ തല എന്നെ അവിടെ കുറെ വട്ടം ഇടിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ഈ ഉപദേശിക്കുന്ന ആൾക്ക് അത് സൂക്ഷിച്ച് നടന്നൂടെ? നമ്മള് വീണ് കഴിഞ്ഞാൽ ഞാനോ ജഗ്ഗോ വല്ലതും വീഴോ കയ്യോ കാലോ തട്ടി കഴിഞ്ഞാൽ പിന്നാളെ നടന്ന് ചീത്ത പറയും. ശ്രദ്ധിക്കാണ്ടാണ് പറഞ്ഞിട്ട്. ഇതിനേക്കാൾ ഇരട്ടി ചേട്ടന്റെ കൈയും കാലൊക്കെ അവിടെ ഇവിടെയും തട്ടുണ്ട്. ഇന്നാളെ ഒരു ദിവസം വീണപ്പോ ഞാൻ ചോദിച്ചു, ഞാൻ അയ്യോ വീണു എന്നിട്ട് പിന്നെ ഒഴിഞ്ഞു കൊടുക്കലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പൊ നോക്കിയേ ചേട്ടൻ വീണു, ഞാൻ ചീത്ത പറയണ്ട, ചേട്ടൻ ശ്രദ്ധിക്കാണ്ട് നടന്നു പറഞ്ഞിട്ട് നമ്മൾ ആരെങ്കിലും കരുതി കൂട്ടി പോയിട്ട് വീഴൂ? കരുതി കൂട്ടി വീഴില്ല. അതല്ലാന്ന് പറഞ്ഞ അപ്പൊ ഇവരെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടെന്നല്ല അതിന്റെ അർത്ഥം. ഇവരെ സൂക്ഷിച്ചു നടക്കാനാണ്. അപ്പൊ ഞങ്ങൾക്ക് ചേട്ടന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലേ, അതുകൊണ്ടാണ് ഞങ്ങള് ചേട്ടനെ ചീത്ത പറയാത്തല്ല. ഇനി എവിടെയെങ്കിലും ശരിയാക്കിരാ ഞാൻ. അപ്പൊ അത് വിടാ. അപ്പൊ നമ്മുടെ കൂടാരത്തില് നമുക്ക് സുഖി ഉണ്ടാക്കി കട്ടൻ ചായയും കുടിച്ചിരിക്കാന്ന് വിചാരിച്ചു. എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിട്ടുണ്ടാ. മഴ പെയ്യാണെങ്കിൽ രസമായിരിക്കും. അപ്പൊ നമ്മള് നമ്മുടെ കൂടാരത്തിന്റെ ഉള്ളിലേക്ക് എത്തി. ഇവിടെ അടുപ്പ് ഒക്കെ സെറ്റപ്പാണ്. നോക്കി ഇവിടെ മഴ വരുന്നുണ്ടോ നോക്കിയതാ. ഇവിടെ നിന്നിട്ട് ഇപ്പഴല്ല ഞാൻ അയ്യോ തലടിച്ചു. പേടിച്ചു. ആ പെട്ടെന്ന് ഇതിലേ നമുക്ക് ബ്രേക്ക് പിടിച്ചാ കിട്ടില്ലേ, തലേന്ന് ഇടിക്കും. ഓട് പൊട്ടും ചക്ക, ഓട് കിട്ടാല്ല. ഇവിടെ നിന്നിട്ടേ ഫാനും കൂടി വെക്കരുത്, ചൂട് അത്രയ്ക്കൊന്നുമില്ല. അപ്പൊ നമ്മൾ ഫാൻ എടുത്തിട്ട് വന്നു. അപ്പൊ നമ്മള് സമയം ഇരുട്ടിട്ട് നമ്മൾ വർത്താനം പറഞ്ഞവിടെ ഇരുട്ടിയ സമയം. അപ്പൊ നമ്മള് സുഖിയാണ് ഉണ്ടാക്കാൻ പോണത്. സുഖി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 4 മണി പലഹാരമാണ്. പലഹാരമാണ്. നമ്മളിപ്പോ 6:30-7 മണിക്കായി. കുഴപ്പമില്ല.
അപ്പോൾ നമ്മൾ 1 കപ്പ് സുഖിയൻ എടുത്തിട്ടുണ്ട്. അത് കുക്കറിൽ ഇടുന്നു കേട്ടോ. ഇതിലിട്ട് കഴുകിയിട്ട് വേവിക്കാം. അപ്പോൾ സരിത ഇത് കഴുകണമെന്നു. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ പോണ. 1 കപ്പ് വെള്ളം ഒഴിച്ചു. കുറച്ചുകൂടി 1 കപ്പിന് ഒരു 1.5 കപ്പിൻ്റെ അടുത്ത് 1.5 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി അല്ലേ. ഇനി ഇത് കുക്കറിൽ വിസിലടിപ്പിക്കാം. വളരെ സാധാ അവിടെ ഇരിക്കാനായിട്ട്. ഞാൻ അതിന് എടുത്ത് പോന്നെ തന്നെ കത്തൂലോ. അത് എന്തിനാ, ഇതിൻ്റെ ആവശ്യമില്ലേ. അതിന് ശീലായി നമുക്ക് എല്ലാം അങ്ങനെ പുറത്ത് പാചകം ചെയ്യുമ്പോൾ കൊണ്ടുവരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഒഴിച്ചുകൂടാനാവാത്ത സാധനമാണ് ലൈറ്റർ. പിന്നെ അത് വേവട്ടെ, വേറെ ഒന്നും ചെയ്യാല്ലേ. നമുക്ക് വല്ല വർത്താനം പറഞ്ഞില്ല. അത് വിസിലടിക്കുന്നതിന് മുമ്പ് നമുക്ക് ആ സാധനം എടുക്കാം. യെസ്, അത് പറയാം. ഒരു വിശേഷപ്പെട്ട സാധനം എടുക്കാം. ഇത് ഞങ്ങളുടെ വിവാഹ വാർഷികത്തിന് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു നമ്മുടെ 21ാം വിവാഹ വാർഷികം. അന്ന് വന്നതാ. ഞാൻ എടുത്തിട്ടില്ലേ. ഒരു കത്ത് വന്നിട്ടുള്ളതാണ് കേട്ടാ. ഒരു കത്ത് ധർമ്മടം, അതായത് തലശ്ശേരി ധർമ്മടത്തുനിന്ന് സുധർമ്മൻ ചേട്ടൻ അയച്ചിട്ടുള്ള. ആളെ കുറിച്ച് മുന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രേതകഥ അയച്ചിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ കത്തുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അയക്കും. ഈ കത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര പേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എഴുതി കൂട്ടിയതിന് കണക്കില്ല. കണ്ടാ നോക്കിയേ, എത്ര പേജ് എഴുതി കൂട്ടിയത്. എത്ര പേജിൽ 31 പേജാണ് നമുക്ക് ഈ ഞങ്ങളുടെ വിവാഹ വാർഷികത്തിനായിട്ട് എഴുതിയിട്ടുള്ളത്. കഴിഞ്ഞ അത്രേ ഉള്ളൂ. 3 സെക്കൻഡ് 100 ഫോട്ടോസ്. ജഗ്ഗു മറ്റേ ഫോൺ അല്ല ക്യാമറ അവിടെ വെച്ചൊക്കെയായിരുന്നു അസ്തമനത്തിന് ടൈം ലാപ്സ് എടുക്കാനായിട്ട്. മെയ് മാസ രാവിൽ പൂക്കും മുല്ലേ, മെയ് മാസ രാവിൽ പൂക്കും മുല്ലേ, ആ പാട്ടില്ലേ, അതാണ് എഴുതിക്കുന്നത്. നീ തന്നു നെഞ്ചിൽ സുഗന്ധം. സേവ് ദ ഡേ 2003 മെയ് 4 എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ട. നല്ല ഭംഗിയിലൊക്കെയാണ് സാധനം ഒക്കെ കണ്ട, സെറ്റാക്കിയിട്ടാണ് ആള് അയച്ചേക്കണത്. വേനൽ ചൂടിൽ ഒരു കുളിർ വർഷം, കഴിഞ്ഞ വർഷം എത്തേണ്ടിയിരുന്ന ഒരു ആശംസാ എഴുത്ത് വർഷം, ഒരു വർഷം വൈകിയെത്തിയ ഒരു കിറുക്കെഴുത്ത് വർഷം. എങ്കിലും വർഷം എത്ര കഴിഞ്ഞാലും വർഷം എത്ര വൈകിയാലും ഒരിക്കലും വൈകാത്ത വൈകാരിക വർഷം. അതായത് കഴിഞ്ഞ വർഷം 20ാം വിവാഹ വാർഷികത്തിന് ആളയക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അയക്കാൻ പറ്റിയില്ല, ഒരു വർഷം വൈകിട്ടാണ് അയച്ചതെന്നാണ് പറഞ്ഞിട്ടാണ് ഇത് മുഴുവൻ എഴുതി അയച്ചത്. അപ്പോ ഇത് ഞങ്ങൾ വായിക്കണമൊന്നുമില്ല കേട്ടാ. ഇത് വായിക്കാനാണെങ്കിൽ കുറെ സമയം പിടിക്കും, ഒരു 2 മണിക്കൂർ വേണ്ടി വരും. അപ്പോ ലാസ്റ്റത്തെ വേണേ വായിക്കാം. ഡിയർ അജു സരി, ഇതാണ് നിങ്ങൾക്കുള്ള എൻ്റെ സമ്മാനം. നിങ്ങളുടെ 21ാം വിവാഹ വാർഷികത്തിന് നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന ഞാൻ തരുന്ന സമ്മാനം. എൻ്റെ മനസ്സുകൊണ്ട്, എൻ്റെ കൈകൊണ്ട്, എൻ്റെ പേന കൊണ്ട്, എൻ്റെ ആത്മാംശമുള്ള എൻ്റെ സ്വന്തം അക്ഷരങ്ങൾ കൊണ്ട്, എൻ്റെ ഹൃദയം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം. സുധർമ്മൻ ധർമ്മടം. ചിരിയും ചിന്തയും കളിയും കാര്യവും നർമ്മവും ധർമ്മവും. അങ്ങനെയാണ് ലാസ്റ്റ് ഇത് അവസാനിക്കണം കേട്ടാ. ഭയങ്കര രസമായിട്ട് എഴുതിയേക്കണത് ആള്. പിന്നെ നമ്മളുടെ ഒരു ദിവസത്തെ ഞങ്ങളുടെ സംസാരം, ഞങ്ങളുടെ ഒരു ദിവസം ഇങ്ങനെ പോണു. അങ്ങനെ കുറേ ആളുടെ ഭാവനയിൽ ആളിങ്ങനെ ഒരു ഇതിങ്ങനെ ആക്കിയിട്ട് വളരെ തമാശ രൂപത്തിൽ എഴുതിയിരിക്കുന്ന കുറച്ച് ഇതുകളാണ്, ഒരു സംഭവങ്ങൾ പോലെ. ഭയങ്കര രസമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്ന് വിളിച്ചാലോ ആളെ? ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഷൂട്ടിങ്ങിന്റെ സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ. ഇപ്പൊ ചിലപ്പോ ആള് ബിസി ആയിരിക്കും. അമ്മ മാത്രല്ലേ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഏറ്റവും നല്ല സമയത്താണ് വിളിക്കുന്നത്. 2 വിളക്ക് കത്തിച്ചിട്ട് വീട്ടിന്റെ ഉമ്മറത്തുനിന്ന് കിണ്ടി വെള്ളം വെച്ചിട്ടില്ല, വിളക്ക് വെച്ചിട്ട് അകത്ത് പൂജ ചെയ്യുന്ന സ്ഥലമുണ്ട്, അവിടെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നു. പറയൂ. ഞങ്ങൾ കുറച്ച് മൈനകളെ അയച്ചു കിട്ടിയിരുന്നു, അതേ അറിയണ്ടോ. കുറച്ച് തത്തകളെയും മൈനകളെയും തത്തകളെയൊക്കെ കിട്ടി, എല്ലാവരും കിട്ടി. മാത്രം എനിക്ക് എത്ര ദിവസമായി നിൽക്കണ്ട. കഴിഞ്ഞ 29ാം തീയതി അയച്ചതാണ്. അപ്പൊ മൈനകളും തത്തകളും എത്തിയിട്ടില്ലേ എന്നുള്ള സങ്കടം. മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, ഞാൻ കിട്ടിന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. അത് കിട്ടിയ അവിടെ മെസ്സേജാ? ഇത് നമ്മുടെ പ്രേക്ഷകരൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. സുധർമ്മൻ ചേട്ടന്റെ ഈ ശബ്ദം മുഴുവൻ ഞങ്ങള് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അതെ.
അതിന്റെ ഇടയിലാണ് ഞങ്ങള് സുധർമ്മനെ വിളിക്കുന്നത്. അപ്പൊ 2 വിസിലടിച്ചു, നമ്മളിത് ഓഫ് ചെയ്യുന്നു കേട്ടാ. അല്ല 2 വിസിലിന്റെ 7-5 എന്തുട്ടാ? പോയിക്കോ, അവിടെ ഇരിക്കും. നീ എങ്ങടാ പോണേന്നുള്ളത് പറയണം. നമ്മളിത് ഓഫ് ചെയ്തു കേട്ടാ. സാധാരണ ചെറുപയർ ഞാൻ വേവിക്കാറ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിസിലടിച്ചാൽ സിമ്മിലിടും. സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് സിമ്മില്. അല്ലാണ്ട് ഇത്ര വിസിൽ എണ്ണാറില്ല. 5 മിനിറ്റ് സമയം സിമ്മിലിടും. ഓഫാക്കും. ഇനി അതിന്റെ സ്റ്റീം പോയി കഴിഞ്ഞ് തുറക്കുമ്പോ വെന്തുണ്ടാവും. അങ്ങനെയാണ് സാധാരണ. ജഗ്ഗു പോവാണ്. സമയം എത്ര മണിയെന്ന് അറിയോ? 7:05. ഞാൻ പറഞ്ഞില്ലേ സജീവിന്റെ മോള് പൊന്നൂസിന്റെ റിസൾട്ട് വന്നപ്പോ അവൾക്ക് ഫുൾ A+ ഉണ്ട്. +2-ന് +1-നും ഫുൾ A+ ആയിരുന്നു. അപ്പോൾ അതിന്റെ ചെലവുണ്ട്. ഇവിടെ പിള്ളേർക്ക് മാത്രമാണ് ഇവിടെ എല്ലാത്തിനും ബർത്ത്ഡേ ആയാലൊക്കെ ചെലവുണ്ടാവുക. അപ്പോൾ എവിടേക്കാ പോണേ പറഞ്ഞിട്ടില്ലല്ലോ പാപ്പ? പൊക്കോന്ന് വെച്ചാ 7 മണിക്ക് ചെല്ലാനാ പറഞ്ഞേക്കണം. ഇപ്പൊ സമയം 7:05. ഡ്രസ്സ് ഞാൻ ഡ്രസ്സ് എടുത്ത് തുറക്കട്ടെ. പയറെന്തു നോക്കിട്ടെ, കയ്യിലുണ്ട് ടീസ്പൂൺ ഉണ്ട് ഇറക്കിക്ക്. വിസിലടിച്ചിട്ട് പയർ വേണം ശരിക്കും. ചില സമയത്തൊക്കെ സുഖിയം വാങ്ങിക്കുമ്പോ പയർ വെന്തിട്ടുണ്ടാവില്ല. ആകെ ഇളക്ക് എല്ലാം ഇളക്ക്. ഉടഞ്ഞുണ്ട് എന്ന് പറഞ്ഞ വെന്തിട്ട് കറക്റ്റ് ആയിട്ട് വെള്ളം വറ്റി പാകണ്. കറക്റ്റാണ്. ചേട്ടന് എന്ത് സാധനം വായിലിട്ട് നോക്കിയാലാ വെന്തോന്ന് അറിയുള്ളൂ. അല്ല നമ്മള് ഇങ്ങനെ വിരലോണ്ട് ഞെക്കി നോക്കി അറിയും. ചോറൊക്കെ വെന്തോന്ന് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഞെക്കി നോക്കല്ലേ. ചേട്ടന് ചോറ് എടുത്തിട്ട് വായിലിട്ട് വെക്കും. എന്നിട്ട് പറയും വെന്തുണ്ട്. ചിലപ്പോ ചോറ് വെന്തുണ്ടാവില്ല. അപ്പൊ നമ്മള് സുഖിന്റെ മെയിൻ ചിലര് കുറെ പേര് ആളുകൾ മെയിനായിട്ട് ആ കുക്കറിൽ തന്നെ നാളികേരം ശർക്കര നീരൊക്കെ ആക്കിയിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ ഇത് ശരിയാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തില് ഇതിൽ ശർക്കര നീര് ആക്കിയിട്ട് അതില് നാളികേരം ചെറുപയറിട്ടിട്ട് അങ്ങനെ ഇതാക്കിയെടുക്കണം, വറ്റിയെടുക്കണം. എന്നാലും ആ ചെറുപയറിൻ്റെ ഉള്ളിലേക്ക് മധുരം കയറണ്ടേ. പൊടി ശർക്കര ആയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ചിട്ടാ. ഇളക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചു. ഇളക്കാനുള്ള പാത്രമല്ല, ഇത് കൂട്ടുണ്ടാക്കാനുള്ള പാത്രം. ഇപ്പം എന്നെ സുധർമ്മനെ ഫോൺ വിളിച്ചപ്പോൾ ഒരു തമാശൻ്റെ ആയിട്ടാ അതായത് പറഞ്ഞത്. എങ്ങനെയാണ് നമ്മളറിയാണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോണത് കാര്യം ആലോചിക്കുന്നത്. ഇത് പോരാ, അരക്കപ്പ് പോരാ. നമുക്ക് എന്നിട്ട് ഒരു പൊട്ടുകൊണ്ടില്ലേ മധുരം കൂടും. മധുരം കൂടില്ല. സുധർമ്മൻ ചേട്ടന് ഫോൺ വിളിച്ചപ്പോഴേ ചേട്ടൻ ഈ കത്ത് വന്നപ്പോ ഇങ്ങനെ കത്ത് വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മള് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു വാട്സപ്പില്. പക്ഷെ ആൾക്ക് എന്തോ വാട്സപ്പ് ആളുടെ ഇതെല്ലാം തോന്നുന്നു. അപ്പൊ ആളത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ചേട്ടൻ അത് റീഡ് ചെയ്തൊന്നും നോക്കിയില്ല അല്ലേ? ആള് നോക്കി. അപ്പൊ മെസ്സേജ് നമ്മൾ വന്നതായിട്ട്. അപ്പൊ ആളാണെങ്കിലോ ഇത് വന്നാവോ ആള് 29-ാം തീയതി ഇത് അയച്ചതാണ്. 4-ാം തീയതിക്ക് മുൻപ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടേ. അപ്പൊ ഇത് വന്നാവോ എന്താ എന്നുള്ള ഇത് അറിയാനുള്ള ആകാംക്ഷയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോഴാണ് ഇപ്പോഴല്ല നമ്മൾ ഫോൺ വിളിച്ചത്. അപ്പൊ 29-ാം തീയതി അയച്ചതാന്ന് പറഞ്ഞ ചേട്ടൻ പറയാം അതിന് മുമ്പ് കിട്ടിയിരുന്നു. 29-ാം തീയതി മുമ്പ്. ആൾക്ക് ചിരിച്ചിട്ട് ബോധമില്ല. അതിനു മുമ്പ് ചേട്ടൻ ഉദ്ദേശിച്ചത് 4-ാം തീയതിക്ക് മുമ്പ് കിട്ടിയെന്നാണ്. 4-ാം തീയതി നമ്മുടെ വിവാഹ വാർഷികം. അതിന് മുമ്പ് മെയ് 4-ാം തീയതി. അതിന് മുന്നേ കിട്ടിയതെന്ന് പറഞ്ഞ ആളെ ഏപ്രിൽ 29-ാം തീയതി അയച്ച സാധനമാണ്. അപ്പൊ ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇവര് കേട്ടപ്പോ ആൾക്ക് ചിരിച്ചിട്ട് ബോധമില്ല. നമ്മൾ റെക്കോർഡ് ചെയ്തില്ലെന്ന് മാത്രം മറന്നുപോയി. ഇതേ റെക്കോർഡ് ചെയ്താൽ നമ്മള് വീഡിയോ എടുത്തില്ലേ. ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിക്കണം കേട്ടാ ശർക്കര വെക്കാനായിട്ട്. കുറച്ച് മതി കേട്ടാ, പിന്നെ വെള്ളം മുഴുവൻ വറ്റിക്കാൻ. ഇത്തിരി വെള്ളം. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലും മണ്ണും ഒന്നുമില്ലാത്ത നല്ല ശർക്കരയാണ് കേട്ടോ. ഫാത്തിമേന്ന് വാങ്ങിച്ചിട്ടുള്ളതാ. അരക്കപ്പ് ശർക്കര, ഒരു സ്വല്പം ശർക്കര പൊടി ഇട്ടുണ്ട് കേട്ടാ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് മധുരം പോരായി ആയിട്ടെന്ന് എനിക്കൊരു തോന്നല്. ഒരു 2 അത് മതിയോ അല്ലേ? മതി. ഇനി ആവശ്യം ഇല്ല, ഇനി വേണ്ടിയില്ല. അപ്പൊ ഇത് ഉരുക്കി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ചെറുപയർ കേട്ടോ. ചെറുപയറല്ല നാളികേരം. സോറി ചെറുപയർ നാളികേരം ഇടണം കേട്ടാ. നാളികേരം ഇട്ടിട്ട് ചെറുപയറിടാം. ഒരു മുറി നാളികേരം. ചെറുപയർ ഇട്ടിട്ട് മതി. അത് കേട്ടല്ലേ അവിടെ എടുത്ത് വെച്ചു മാത്രം. ഈ ചെറുപയറിട്, വേവിച്ച് ചെറുപയറിടണം കേട്ടാ. ഉപ്പിട്ടിട്ടില്ല കേട്ടാ. ഉപ്പിടാം. ഉപ്പിട്. മധുരം കുറവാണെങ്കിൽ നമുക്ക് നോക്കാലോ. ഉപ്പിട്.
മതി. ഇപ്പം മധുരം കുറവാണോ കൂടുതലാണോ നമുക്ക് ടേസ്റ്റിലേക്ക് അറിയാം. ഇനി ഏലക്കായ പൊടി ഇടാം, ജീരകപ്പൊടി ഇടാം, ചുക്കിൻ്റെ പൊടി ഇടാൻ വേണമെങ്കിൽ ചുക്കിൻ്റെ പൊടി ഇട്ടില്ലേ അല്ലേ? ചുക്കിൻ്റെ ആ വേണ്ട, ചില ചുക്കിൻ്റെ പൊടിക്ക് ഇടും. ഏലക്കായ പൊടി തിരുണിന് വേണ്ടി ഇടും. ആ ഏലക്കായ പൊടി, ജീരകപ്പൊടി ആ ഒരു സ്വല്പം പൊടി ഇടേ. അയ്യോ വേണ്ട ജീരകപ്പൊടി അധികം വേണ്ട, നിനക്ക് ജീരകത്തിൻ്റെ കുത്ത് ഇഷ്ടമല്ലേ? നിർബന്ധിക്കുന്നില്ല. ഇനി നമുക്ക് തീർത്തിട്ട് ഇതിൻ്റെ മധുരം നോക്കി വെക്കാം. കണ്ടോ നല്ല ചിലർ അതിലിട്ട് തന്നെ ആക്കും. അതിപ്പോ നമ്മള് വീട്ടില് അടുക്കളയിൽ ചെയ്യുകയാണെങ്കിൽ അതിൽ പരമാവധി പാത്രങ്ങൾ കഴുകണത് കഴുകാനുള്ള പാത്രങ്ങളുടെ ഇത് ഒഴിവാക്കല്ല അല്ല കുറയ്ക്കാലോ. മധുരം കുറവാണെന്ന് ചോദിച്ചാൽ നോക്കിയേ, ഇടും ചൂടില്ലേ? ഈ സിമിലായിട്ട് കേട്ടോ. മനം കുറവുണ്ടോ? മനം കുറവല്ലേ? ഇത്തിരി പച്ചളം ചോദിക്കണ്ടേ മധുരം കുറവായി തന്നെ. ആ അപ്പൊ ഇത്തിരി കൂടി ശർക്കര പൊടി ഇടാം. പിന്നെ കല്ലും മണ്ണൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് 2 ടീസ്പൂൺ മധുരം കുറവാണെന്ന് കണ്ടാലും നേരിട്ട് ചേർക്കാം. മധുരം ഇല്ലെങ്കിലേ ഒരു രസം ഉണ്ടാവില്ല. മറ്റേ മണങ്ങളൊക്കെ ഉണ്ടാവും, ഏലക്കായും അങ്ങനെയൊക്കെ മണം. ജസ്റ്റ് കൂട്ടായിട്ടപ്പോ കൂട്ടാൻ പാകായില്ലേ? ചൂടാറണം കേട്ടോ. അതിപ്പോ ചൂടാറും. ചോദിക്കാം മധുരം പാകായൊന്നും. മധുരം ഒന്നുകൂടി പാകായി നോക്കണം കേട്ടോ. അത് മധുരം കുറവാണെങ്കിലേ ഒരു പച്ചളം ചുവയ്ക്കുന്ന ചുവ വരുന്നു. ഇപ്പോഴും മധുരം കുറവാ, ഞാൻ പറഞ്ഞ ഒരു ശർക്കരയ്ക്ക് മധുരം കുറവാ. അതെ, 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ കൂടിയിട്ടേ മധുരം കുറവാണ്. ശർക്കര ഉരുകിയില്ലേ? മതി, ഇതിൽ നമ്മൾ മധുരമാക്കും. ഈ മധുരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനി ഇടുള്ളേ അല്ലേ? ചിലതൊക്കെ ചായയുടെ എന്നൊക്കെ വാങ്ങിക്കുന്ന സാധനത്തിന് ഭയങ്കര മധുരമായിരിക്കും. കഴിക്കാൻ പറ്റിയേ നമ്മൾ സുഖിയാൻ ആഗ്രഹിച്ച് മോച്ച് കഴിക്കുന്നതാ. കല്ലും കടിക്കും അല്ലേ? അതന്നെ, കല്ലും കഴിക്കും. നമ്മള് ചിലപ്പോ ഇതില് കല്ലുണ്ടാവാം, അല്ലെങ്കിൽ ശർക്കരയില് കല്ലുണ്ടാവാം. പണ്ട് ചേട്ടന്മാരൊക്കെ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ ഹോട്ടലിൻ്റെ അവിടെ വെച്ചിട്ട് അവിടെ ഉച്ചഞ്ഞിട്ട് ഇങ്ങനെ പലഹാരം കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ചോദിക്കും, എന്നിട്ട് വേണ്ട സുഖിനും പോകേണ്ടിയിരിക്കില്ല. രണ്ട് നമുക്ക് ജീവനാ, ഏതാ വേണ്ടെന്ന് ചോദിക്കും. ഒരെണ്ണേ കഴിക്കാൻ പറ്റില്ല. അപ്പൊ സുഖീന് മുൻതൂക്കം കൊടുക്കും. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് സുഖിയൻ. നമ്മുടെ അമ്മയ്ക്ക് സുഖിയൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നല്ല നിനക്ക് ഓർമ്മയുണ്ട് നമ്മുടെ ഈ താമരശ്ശേരി കുടുംബക്ഷേത്രത്തിൽ ഇങ്ങനെ സുഖിയന്റെ പരിപാടി? ഞാനിപ്പോ ആലോചിച്ചോളൂ. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നീ പറയണ്ട, ഇനി പറയണ്ട. നീ ചൂടാട്ടാ. തീ ഓഫ് ചെയ്യട്ടെ? ആ, തീയത്തിന്റെ അടിയില് ചിലരാക്കുമ്പോ അതേ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ അവിലിടും. അവില് പിന്നെ ചില ഹോട്ടലിലുള്ള അവിലായിരിക്കും കൂടുതല്. അവിലിട്ടിട്ട് അവിലും ചെറുപയറും കൂട്ടിയിട്ട് സുഖി ഉണ്ടാക്കും. അടയിലാണ് പോലെ. പക്ഷെ സുഖിയൻ തന്നെ അല്ലേ? ചെറുപയർ തന്നെയാ രസല്ലേ? ചെറുപയർ തന്നെയാണ് രസം. ഇത് വെറുതെ ഞാൻ ഭയങ്കര രസമാണ്. അതെ, എന്നാ പിന്നെ ഉണ്ടാക്കണം നമുക്ക്. ഇതിങ്ങോട്ട് തിന്ന് എന്തിനാ വെറുതെ ഇതിപ്പോ ഹെൽത്തിയാണ്, വലിയ കുഴപ്പമില്ല. മൈദയൊക്കെ ചേർത്ത് എണ്ണയിൽ ഫ്രൈ ചെയ്ത് തന്നെയാണ് ഹെൽത്തി ആക്കണോ? നല്ല രസം. പിന്നെ നമ്മള് ഇത് തന്നെ മൈദ എടുക്കണം കേട്ടാ. മൈദ എന്തിൽ കിട്ടും? ഏകദേശം 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടാ. കപ്പ് എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുത്തിയമർത്തിട്ടല്ലേ. പിന്നെ അരിപ്പൊടി ഇടുന്നുണ്ട്. അരിപ്പൊടി ഒരു 2 ടീസ്പൂൺ നിറച്ചിട്ടുണ്ടാ കേട്ടോ, ഒരു ക്രിസ്പിനെസ് കിട്ടും. പിന്നെ ഒരു കപ്പ് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി നേരെ ഇതിൽ മതിട്ടാ. പിന്നെ ഇത് ഉപ്പിടുന്നു കേട്ടാ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കലക്കുന്നു. ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മളെ സുഖിയന്റെ വീഡിയോ ഇട്ടുണ്ടോ നമ്മുടെ ചാനലിൽ? പണ്ട് ഓർമ്മയില്ല. ഉണ്ടാവും. പക്ഷെ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലല്ലോ അല്ലേ? അതാണ് വ്യത്യാസം. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. ഇത്തിരി വെള്ളം ഒഴിക്കും. ആൾക്കാർ മതി, അധികം വെള്ളം ഒഴിക്കരുത്. ഒഴിക്കണം, ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ഇറക്ക്. ഒഴിക്കുക. അയ്യോ തെറിച്ചു. എനിക്ക് എനിക്കിവിടെ വേറെ പണിയുണ്ട്. അത് മൈദമാവ് ബാക്കിയാവോ? ഇടിവാള് മിന്നുന്നുണ്ട്, ഇടികുടുക്കം കേൾക്കുന്നുണ്ട്. ഇടികുടുക്കെന്ന് നമ്മളാ പറയാനുള്ള തൃശ്ശൂക്കാര്. ഞാൻ നാളെ ഇടി കൊടുക്കുന്നത് ചിലർ പറയും, ഇടി മുടക്കുന്നത് ചിലർ പറയും.
ഇടിവെട്ട് എന്ന് പറയും. ഒന്ന് കലക്കാം. പഴംപൊരിയേക്കാളും അല്പം കട്ടിയാണല്ലേ പഴംപൊരിയില്. ഇടിവെള്ളം പിന്നെ ഇതാ അതിമിന്നല് നമ്മൾക്ക് ഇതൊക്കെ കൊണ്ട് ഓടേണ്ടി വരും. മഴയാണെങ്കിൽ പെയ്തൂല് താങ്ങിയ മഴ പെയ്തില്ല. ഞങ്ങള് ഉഷ്ണിച്ചിട്ട് ഫാൻ ഇട്ടിട്ടിരിക്കുക. മതിയില്ലേ? ഇത്രക്ക് കട്ടി പോരെ? ഇനി കട്ടി കുറയ്ക്കണ? ഇടിവെട്ട് ഇടികുടുക്കം അടുത്തേക്ക് വന്നു തുടങ്ങിട്ടാ. ഇതാണ് ചേട്ടൻ, ഷുഗറുള്ള ആള്, കൺട്രോൾ ചെയ്യണതാണ് ഈ കാണുന്നത്. ഇതൊന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കായിരുന്നു എങ്ങനെയുണ്ടെന്ന്. ഓ, കാപ്പി കുടിക്കുന്നുണ്ട്. ചോറ് ഉച്ചയ്ക്ക് ഇനി ഉണ്ണണുള്ളൂ അല്ലേ? കൂട്ടാൻ ഉള്ള ദിവസങ്ങളില് ഒക്കെ മാറും. സരിത ഉരുളകൾ ഉരുട്ടാൻ പോണട്ടത് ചൂടാറി മതി. ഇനി ഉരുളയുടെ വലിപ്പം കൂട്ടണോ കുറയ്ക്കണോ? ഇത് മതി, ചേർത്ത് മതി. ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉരുളകൾ ഉരുട്ടിട്ട് ഇട്ടിട്ട് ഇരിക്കേണ്ടതല്ല വേണ്ട. ചേട്ടൻ എന്തോ സുഖമില്ലാത്ത പോലെ ആകെ മിസ്സേക്കെന്ന് വരുന്നത് മുഴുവൻ താങ്ങി. അപ്പോൾ നമ്മൾ ചീഞ്ചട്ടി ചൂടായി തുടങ്ങി നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു കേട്ടാ. പ്രാണികളെ കൊണ്ട് ഞങ്ങൾ തോറ്റു കേട്ടാ. എത്ര ഉണ്ടാക്കണം ചേട്ടാ? എല്ലാത്തോണ്ടും ഉണ്ടാക്കണ്ടല്ലേ? ഈ മാവ് കലക്കി വെച്ചതല്ലേ? അപ്പോൾ നമുക്ക് ഇതിരിക്കേണ്ടേ നോക്കിയാൽ കൈ ടച്ച് ചെയ്യണമെന്നില്ല. ഞാൻ ഇതിരിക്കേണ്ട വെളിച്ചെണ്ണ ചൂടായ വെളിച്ചെണ്ണ ചൂടായി ഉണ്ടാവും. ഇടാൻ പോകും കേട്ടാ. ചൂടായിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. ചൂടായില്ല. ഇതിരിക്കട്ടെ സരിത. ആ, ഞാൻ എനിക്കിടാം. ഉണ്ടാകുമ്പോൾ സുഖാട്ടാ. കൈമേ 3 വീതിട്ടാൽ മതി അല്ലേ? മനോഹരമായ സുഖീൻ്റെ കൂടെ 3 അതിലും കൂടുതൽ ഇടാൻ വേണമെങ്കിൽ 3 വീതിട്ടാൽ മതി. സുഖീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെയാവും. കരിച്ചിലിൻ്റെ പ്രശ്നം വരുന്നില്ല. ഉള്ളു എന്തുണ്ടാവില്ലല്ലോ. അതിന് അടിപൊളിയാണ്. ആരാവും കണ്ടുപിടിച്ചിട്ടുണ്ടാവാ സുഖിയൻ? ആവോ, എന്തുകൊണ്ട് സുഖി എന്നുള്ള പേര് വന്നത് അറിയോ ചേട്ടന്? സുഖിയൻ പറഞ്ഞേ? എനിക്കറിയില്ലേ. എനിക്കറിയില്ല. പരിപ്പ് വട, ഉഴുന്നുവട, അതിനൊക്കെ ആ ഇൻഗ്രീഡിയന്റുമായിട്ട് ബന്ധപ്പെട്ട പേരല്ലേ? ഇതിനെന്താണാവോ ഇങ്ങനെ ഒരു പേര് വന്നത്? ആണോ? സൂപ്പർ സുഖിയനായിട്ട് ഓരോടനെ ഇടയ്ക്ക് സുഖിയൻ ഉണ്ടാക്കി തുടങ്ങും ഞാൻ. എപ്പോഴും ചെറുപയർ കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് വേവിക്കുമ്പോൾ അത് കൂടും. അപ്പം അതിൽ നിന്ന് പകുതിയാകും ഞാൻ എടുത്തിട്ടാണ് കുത്തി കാച്ചുള്ളത്. ബാക്കി അവിടെ എടുത്തേക്കും. എന്നിട്ട് 4 മണിയാകുമ്പോൾ സുഖിയൻ ഉണ്ടാക്കും. കമ്പും മഴ കുറവാണ് ഇതിലല്ലേ? അത് ടീസ്പൂൺ ഉണ്ടാക്കിയ കാരണം ഇടട്ടെ. ആയിക്കോട്ടെ. കൈ കൊണ്ടാകുമ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് കണ്ട് കിട്ടുന്നുണ്ട്. എനിക്ക് അല്ല ടീസ്പൂൺ ഉണ്ട്. ടീസ്പൂൺ ഉണ്ട് നല്ലതെന്ന് പറയാ. തീരെ മീഡിയം ലെവലിലാക്കി പോണത് കേട്ടാ. ഇത് നല്ല സ്മൂത്തായിട്ടാണ്. ചെറിയ സുഖീനുകളാണ്. കമ്പും മഴയുള്ള സുഖീനൊക്കെ കാണാൻ ഭംഗി ഉണ്ടാവുക. മൈദ അങ്ങീടൊക്കെ പോയിട്ടുള്ളതേ അതിനൊരു ഭംഗി ഉണ്ടാവുമല്ലോ. ആ, നല്ല ഫിനിഷിങ്ങിൽ ഒരിക്കലും കിട്ടാൻ പാടില്ല. ശരിക്കും ഇതുപോലെ ആവാൻ പാടില്ല. ഈ മൈദ ഇത്തിരി കട്ടി കൂടുതൽ വേണം. മൈദ കട്ടി കുറഞ്ഞ അല്ല, അത് മതി. നമുക്കിങ്ങനെ മതി. അത്യാവശ്യം നല്ല കട്ടി ഉണ്ടല്ലോ. അല്ല, കട്ടി കൂടുതലായിട്ട് പിന്നെ കൈയിലാണ്ട് എടുത്ത് ഇടില്ലേ. അപ്പൊ ആകെ ഇങ്ങനെ കൈ കൊണ്ട് ഇടുമ്പോ വേണമെങ്കിൽ കൈമെന്ന് കൊലിച്ചിട്ടൊക്കെ വരുമായിരിക്കും. ഇതങ്ങനെ വരുന്നില്ല. ഈ മൈദക്കല്ല ഈ സുഖിയന് ചെറുതായിട്ട് കമ്പും മഴയുണ്ട്. സന്തോഷായില്ല ചേട്ടന്? എത്ര മതിയില്ലേ? എത്ര മണിയിടാം? എത്ര മണി ഇടാൻ പറ്റുമോ? ഇടാൻ പറ്റുള്ളൂ. ആ, തീതിരി കുറയ്ക്കാം. കുറച്ചോ? അങ്ങനെ പെട്ടെന്ന് തിന്നാൻ പറ്റില്ല. ചൂടേ, ഉള്ളിൽ ചൂടുണ്ടാവില്ല. ഇതിൽ മെയ്ത് കുറവാണ്. അല്ല, മെയ്തിക്ക് കട്ടി കുറവാണ്. കോട്ടിങ് കട്ടി കുറവാണ്. ശരിയാട്ടാ. ഇത് കഴിഞ്ഞു. കുഴപ്പമില്ല. ഒരെണ്ണം ഞങ്ങൾ 2 പേരും കൂടി ടേസ്റ്റ് നോക്കിട്ടാ. ടേസ്റ്റ് നോക്കി കഴിഞ്ഞു. ഇതിൽ 5 എണ്ണം ഉണ്ട്. അതിൽ 5 എണ്ണം. ഇവിടെ 11 എണ്ണം, 16. ഒരെണ്ണം നമ്മൾ കഴിച്ചു. 17 എണ്ണം മൊത്തം. അപ്പോൾ കലക്കിയ മാവ് ബാക്കിയായി. അപ്പം എന്ത് ചെയ്യാം? അത് ശരി, ബാക്കി വന്നില്ല. കട്ടി കുറവാണ് ഇതിരി.
കട്ടി കൂടുതലുണ്ടെങ്കിൽ ഇത്രയ്ക്ക് വലിയ കറക്റ്റാ. ഇത് നാളത്തേക്കാണോ ടേസ്റ്റ് ചൂടാറുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുക അല്ലേ? ഉഴുന്നുവടയും ഒക്കെ ചൂട്ടോടെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? പരിപ്പുവടയും ചെറിയ ചൂട്ടോടെ കഴിക്കുന്ന രസം. തണുത്ത് കഴിഞ്ഞാൽ പോയി. പുട്ട് ചൂടോടെ കഴിക്കണം. പുട്ട് ഓഫ് ചെയ്തു. ഹലോ അല്ല ചേട്ടാ, സുഖിയൻ വേണോ? സുഖിയൻ. ഞാൻ വരാം. വരൂ. അപ്പൊ സുഖിയൻ കഴിക്കാൻ അല്ലേട്ട മധുരണ്ട്. ഞങ്ങള് പിന്നെ കഴിച്ചല്ലോ. അതന്നെ, ഞങ്ങളുടെ ടേസ്റ്റ് നോക്കലൊക്കെ കഴിഞ്ഞു. ഫസ്റ്റത്തെ ട്രിപ്പ് കോരിട്ടപ്പോ തന്നെ ഞങ്ങൾ കഴിക്കല് തുടങ്ങി. പഴയ കാലത്തെ പോലെ ഉണ്ടാക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് നോക്കിക്കൊണ്ടിരുന്നില്ല. അത് പിന്നെ നമ്മള് എല്ലാ വീഡിയോ അങ്ങനെ തന്നെയാണ്. അത്രയ്ക്ക് മധുരാക്കിയില്ല ചേട്ടാ. മധുരം കുറവഞ്ഞ നല്ലത്. അധികം ഓവർ മധുരം ആക്കാനൊക്കെ നല്ലത്. ഇതിപ്പോ അതിന് മധുരമുള്ളൂ. അല്ലേട്ട ഒരു ഓർമ്മ കേട്ടാ. ഒരു ഓറ ഞാൻ വിചാരിച്ചാലേ ചേട്ടൻ ഇനി കടയിലേക്ക് എങ്ങനെ പോവാണോ വല്ല സാധനം വാങ്ങിക്കാന്ന്. ഞാൻ പറയാം, ബാക്കി സീമയ്ക്ക് 2 കൊണ്ടുപോകാനുണ്ടോ? പിള്ളേർക്കും ചെലവിന് പോയില്ലോ. ഞാൻ പറഞ്ഞില്ലേ, ജഗ്ഗൊക്കെ പോയേക്കാ. പൊന്നൂസിന് ഫുൾ A+ കിട്ടിയതിൻ്റെ ചെലവ് അക്ഷയയിലേക്കാ പോയേക്കണേ. പൂങ്കുന്നത്തുള്ള അക്ഷയയിലേക്ക് എന്നാ പറഞ്ഞേ. കാരണന്മാർക്കില്ല ചെലവ്. അത് തന്നെ, കാരണന്മാർക്കില്ല. ഇന്നാള് വെള്ളിയാഴ്ച 60ാം പിറന്നാൾ ആഘോഷം ഉണ്ടായിരുന്നു. അത് തോംസൺ കാസയില്. അതും പിള്ളേർക്കുള്ളൂ അല്ലേ? അല്ലേ ചേട്ടാ? എന്തിനോട് പറയണ ചേട്ടൻ കഴിച്ചോ? നല്ല രസം. പുറത്തത്തെ കോട്ടിങ്ങിന് ഇത്തിരി കൂടി കട്ടി വേണ്ടായിരുന്നു അല്ലേ? പിന്നെ ഈ മാവ് കൂടുതലും തുന്നതിന് അതായത് ചെറുപയറ് പിടിച്ചിരിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് ഇതിന് കോട്ടിങ് എന്ന് പറഞ്ഞ സാധനം. അതതിന് കട്ടി അധികം വേണമെന്നില്ല. കടയിലാകുമ്പോ ഇത്തിരി വലിപ്പത്തില് കാണും വേണമല്ലോ. ഇത് ഞങ്ങൾ തിന്നിരിക്കട്ടെ.